നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത, കിംസ് ഹെൽത്തിൽ പെയിൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൺസൾട്ടൻ്റാണ്. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സ്പെഷ്യാലിറ്റിയെക്കുറിച്ചാണ്. ഈ വിട്ടുമാറാത്ത, അതായത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വിട്ടുമാറാതെ നിൽക്കുന്ന വേദനയാണ് നമ്മൾ ക്രോണിക് പെയിൻ എന്ന് പറയുന്നത്. ഈ ക്രോണിക് പെയിൻ്റെ കാരണങ്ങൾ പലതാകാം. ഇപ്പോൾ പേശികളിൽ നിന്ന് വരാം, നെർവ്സിൽ നിന്ന് വരാം, സന്ധികൾ അഥവാ ജോയിൻസിൽ നിന്ന് വരാം, അതുപോലെ അത് നീർക്കെട്ട് കൊണ്ടാകാം, നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൊണ്ടാകാം, തേയ്മാനം കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ക്രോണിക് പെയിൻ ഉണ്ടാകാം. ഇതിൻ്റെ സാധാരണഗതിയിലുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മരുന്നുകൾ, പിന്നീട് ഫിസിയോതെറാപ്പി, എക്സസൈസ്, പിന്നെ ചുരുക്കം ചില പേഷ്യൻസിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യം വന്നേക്കാം. പക്ഷേ ഒരു നല്ല ശതമാനം ഈ ക്രോണിക് പെയിൻ പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളിൽ നിന്ന് ഒരു തൃപ്തികരമായൊരു ആശ്വാസം കിട്ടുന്നില്ല, ഒരു നല്ലൊരു പെയിൻ റിലീഫ് കിട്ടുന്നില്ല. അത്തരം പേഷ്യൻസിനാണ് ഈ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പെയിൻ ഇൻ്റർവെൻഷൻസ് കൊണ്ട് ഉപയോഗം ഉണ്ടാകുന്നത്. അപ്പോൾ മുമ്പൊക്കെ ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസാണ്. അപ്പോൾ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ശരിക്കും ഫലപ്രദമാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ തവണ അല്ലെങ്കിൽ പലതവണ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്, സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റിയിൽ ഈ സ്റ്റിറോയിഡൊന്നും കൂടാതെയുള്ള ഒരുപാട് പുതിയ ചികിത്സാ രീതികൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തേയ്മാനം മസിൽസിന്, ഇപ്പോൾ സന്ധികൾക്കോ പേശികൾക്കോ അല്ലെങ്കിൽ ലിഗമെൻസിനോ തേയ്മാനമുണ്ടെങ്കിൽ നമ്മുടെ രോഗിയുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കുന്ന രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ PRP എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്. അതുപോലെ മസിൽസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ബൊട്ടോക്സ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇനി വേദന ക്യാരി ചെയ്യുന്ന നെർവ്സ് ഉണ്ട്, ഞരമ്പുകൾ, അതിനെ സ്തംഭിപ്പിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, RF അബ്ലേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുതിയ ചികിത്സാ രീതികൾ ഈ ഒരു സ്പെഷ്യാലിറ്റിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് മിനിമലി ഇൻവേസീവ് ആണ്, നോൺ സർജിക്കലാണ്, സർജിക്കൽ ഇൻ്റർവെൻഷൻ അല്ല, മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ആണ്. രണ്ടാമത് ഇതൊരു OP പ്രൊസീജിയറാണ്. ഇതിനു വേണ്ടി രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊസീജിയറിന് ശേഷം ദിവസങ്ങളോളം റെസ്റ്റ് എടുക്കേണ്ടി വരിക, അങ്ങനെയൊന്നും ആവശ്യമില്ല. മൂന്നാമത് ഇത് നമ്മൾ ഇമേജ് ഗൈഡഡ് ആയിട്ട്, അതായത് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എക്സ്റേയുടെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചും സേഫാണ്. ഒരു അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വളരെ റെയറാണ്. പിന്നെ ഇതെല്ലാത്തിനും ഉപരി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ക്രോണിക് പെയിൻ പേഷ്യൻസ് അവർക്ക് അവരുടെ എക്സ്റേയും MRIയും എല്ലാ ബ്ലഡ് ടെസ്റ്റും നോർമലായിരിക്കും, പക്ഷേ പെയിനുണ്ട്. പെയിൻ്റെ കാരണം എന്താണെന്ന് തന്നെ അറിയില്ല. ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻസിലൂടെ, ഇഞ്ചക്ഷൻസിലൂടെ ഈ വേദനയുടെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇൻ്റർവെൻഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സാധാരണയായിട്ട് ഈ ക്രോണിക് പെയിൻ പേഷ്യൻസ്, ഈ വിട്ടുമാറാത്ത വേദനയുള്ളവർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ടും ഒരു ഡോക്ടറിൽ നിന്ന് വേറൊരു ഡോക്ടറത്തോട്ടും പോയി പല പല ചികിത്സാ രീതികൾ പരീക്ഷിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു പെയിൻ റിലീഫ് കിട്ടാതെ അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അത്തരം പേഷ്യൻസിന് തീർച്ചയായിട്ടും ഈ ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്നൊരു സ്പെഷ്യാലിറ്റി പ്രയോജനപ്പെടുത്താവുന്നതാണ്.